അവർക്ക് കത്ത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെന്റ് അവര് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ ഒപ്പിട്ട് തന്നതിന്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സർവകലാശാല ചട്ടങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ടോ ഇത്തരത്തിലുള്ള സർവകലാശാല ഇതിനൊരു നിയമാവലി സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട്. ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ എന്താണ് സംഘാടകരോട് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്? അല്ല, സംഘാടകര് ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത്. എനിക്കറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. ചിത്രം വെച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ സർവകലാശാല അനുവദിക്കും. സർവകലാശാലയുടെ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. ഈ പോലീസ് സഹായം തേടിയിട്ടുണ്ടോ? അതായത് സർവകലാശാല ചട്ടങ്ങൾ അല്ല, നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അതിന്റെ മാതൃകകളോ നിയമാവലി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ. ശരി. രജിസ്ട്രാർ അനിൽകുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം നീക്കണമെന്നാണ് ആവശ്യം. സർവകലാശാലയുടെ ചട്ടപ്രകാരം ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ രജിസ്ട്രാർ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ചേരുന്നു. അരുൺ, ഗവർണർ അവിടേക്ക് എത്തുകയാണ് എന്ന് നേരത്തെ കുറച്ചു മുൻപ് ന്യൂസ് 18നോട് വി രാജേഷ് പ്രതികരിച്ചിരുന്നതാണ്. ആ സമയത്തും പറഞ്ഞത് അവിടെ ഈ പരിപാടി അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. നിലവിലത്തെ സാഹചര്യം എന്താണ്? ഗവർണർ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗവർണർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിയേക്കും. വലിയ പോലീസ് സന്നാഹമുണ്ട്. കാരണം SFIയുടെയും മറ്റ് ഡിവൈഎഫ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെയും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഗവർണർ സ്വാഭാവികം ഇവിടേക്ക് വരുമ്പോൾ അത്തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ അതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട്. SFI പ്രവർത്തകർ തൊട്ടപ്പുറത്തെ പോലീസ് നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് SFI പ്രവർത്തകരുമുണ്ട്. അവർക്കിടയിലേക്കാകാം ഒരുപക്ഷെ ഗവർണർ വരേണ്ടത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പോലീസ് കാവലുള്ളത്. പ്രവർത്തകരുടെ ക്യാമ്പസിനുള്ളിലും അതായത് ഈ സെൻട്രൽ ഹാളിനുള്ളിലും പ്രവർത്തകരുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. SFIയുടെ ജില്ലാ നേതാക്കൾ അടക്കം ഇവിടെയുണ്ട്. എന്താണ് അവരുടെ പ്രതിഷേധ രീതി എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. എങ്ങനെയാകും പ്രതിഷേധിക്കുന്നതാണ് അറിയേണ്ടത്. ഏതായാലും SFIയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്. SFIയുടെ നേതാക്കൾ ഇവിടെയുണ്ട്. എന്താണ് SFIയുടെ പ്രതിഷേധം? എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത്? സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർവകലാശാല എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന്റെ ഒരു സെനറ്റ് ഹാളിനകത്ത് ഈ RSS വിഭാവനം ചെയ്യുന്ന ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഫോട്ടോ, അതാണ് നമ്മുടെ പ്രതിഷേധം. സ്വകാര്യ പരിപാടിയാണ്, അവർ വാടകയ്ക്കെടുത്ത ഹാളാണ്. പരിപാടിയാണെങ്കിലും ഒരു സെനറ്റ് ഹാളിനകത്ത് RSS പതാക ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ചിത്രം പ്രദർശിപ്പിക്കുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം, അതാണ് SFI ഉന്നയിക്കുന്നത്. രജിസ്ട്രാർ മാറ്റാൻ പറഞ്ഞിട്ട് ഒരു മാറ്റം തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായി നമ്മളുടെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു പിള്ളേരെ ഒന്നും വിളിച്ച് കൂട്ടിയിട്ടില്ല. നമ്മൾ നിലവിലുള്ളവരെ മാത്രം വിളിച്ച് കൂട്ടിയിട്ടുള്ളൂ. അതിനകത്ത് ആ ചിത്രം മാറ്റിയിട്ട് ആ പരിപാടി നടത്തിക്കോളൂ എന്നുള്ളൊരു ധാരണയാണ് SFIക്കുള്ളത്. മാറ്റിയില്ലെങ്കിൽ അപ്പൊ എന്താ നിങ്ങളുടെ ഒരു നമ്മൾ ശക്തമായ പ്രതിഷേധം എന്ന് തന്നെയാണ്. ഗവർണർ എത്തുന്ന ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. ഗവർണർക്കെതിരെയുള്ള ഈ പ്രതിഷേധം, ഈ ചിത്രത്തിനെതിരെയാണ് ഈ പ്രതിഷേധം. അത് RSSന്റെ പതാക പിടിച്ചുകൊണ്ടിരിക്കുന്ന മരുതയുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിനാണ് SFIയുടെ നിലപാട്. അതാണ് SFIയുടെ നിലപാട്. RSS പതാക പിടിച്ച ചിത്രമാണ് ഭാരതാംബയുടെ എന്ന് RSSകാർ അങ്ങനെ ആ രീതിയിൽ കാണുന്ന ചിത്രമാണ് വച്ചിരിക്കുന്നത്. അത് വെച്ച് ഈ പരിപാടി സെനറ്റ് ഹാൾ നടത്താൻ സമ്മതിക്കില്ല. അതാണ് SFIയുടെ നിലപാട്. പ്രതിഷേധിക്കാൻ തയ്യാറായി പ്രവർത്തകർ. പക്ഷേ വലിയൊരു SFI പ്രവർത്തകർ വലിയൊരു പങ്കാളിത്തമോ എണ്ണമോ ഇവിടെ കാണാനില്ല. അതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. SFIയുടെ ABP പ്രവർത്തകർ മറുവശത്തുമുണ്ട്. അവരും ഇവിടേക്ക് സ്വാഭാവികം വരുമ്പോൾ അതൊരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന ആശങ്കയാണ് പൊതുവെ. വലിയ പോലീസ് സന്നാഹമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പ്രവർത്തകരെക്കാളൊക്കെ ഏറെ പോലീസുകാർ ഇവിടെയുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പുരുഷ പോലീസിന്റെ വലിയൊരു സംഘവും ഇവിടെ ഉണ്ട്. ആ രീതിയിൽ രണ്ട് വിഭാഗം പ്രവർത്തകരും അവിടേക്ക് മുന്നോട്ട് ഈ ഗവർണർ വരുന്ന വഴിയിലേക്ക് നീങ്ങുകയാണ്. രണ്ടുപേർക്കും മധ്യത്തിൽ പോലീസ് സന്നാഹവും ഉണ്ട്. ഏത് നിമിഷവും ഗവർണർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. DYFI SFI പ്രവർത്തകരും പുറത്ത് നിൽക്കുകയാണ്. എന്തായാലും പ്രതിഷേധം DYFI അറിയിക്കുന്നത് ഭാരതാംബയുടെ ചിത്രം, RSS കൊടി പിടിച്ചുള്ള ഭാരതാംബയുടെ ചിത്രം സെനറ്റ് ഹാളിൽ വെച്ച് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗം. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക്